ഇരിക്കേ. നമുക്ക് എത്രയും വേഗം ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ശരി മാഡം. ഇവരെ കൂടാതെ രേണുകയ്ക്കിവിടെ മറ്റാരെങ്കിലുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നില്ലേ? പിന്നുണ്ടായിരുന്നത് താഹിറയാ. താഹിറ? നിങ്ങള് രേണുക അല്ലേ? ഇങ്ങനൊരാള് വന്നൂന്നറിഞ്ഞു. ഇപ്പഴാ ശരിക്കും ഒന്ന് കാണാൻ പറ്റിയേ. എവിടെയാ വീട്? ഇവിടുന്ന് കുറച്ചകലെയാ. ശരിക്കും എന്താ പറ്റിയത് നിങ്ങക്ക്? നടന്നതൊക്കെ ഓർക്കാണ്ടിരിക്കുക, മറക്കുക അങ്ങട്. ഞാനും അങ്ങനെയായിരുന്നു. വന്ന പാടെ കുറച്ച് ദിവസം വല്ലാത്ത ഓർമ്മകളായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. പേര് പറഞ്ഞില്ലല്ലോ. താഹിറ. ഉമ്മ എന്നെ താഹുന്നാ വിളിക്കണേ. ബാപ്പ മരിച്ച പിന്നെ ഉമ്മ വേറെ നിക്കാഹ് കഴിച്ചു. വല്ലാത്തൊരാള്. അന്ന് മുതല് എന്റെ കൽബ് പുകയാൻ തുടങ്ങി. എന്റെ റബ്ബേ, ആ ശൈത്താൻ ഉമ്മാനെയല്ല എന്റെ മേലായിരുന്നു കണ്ണ്. വലിയ പെരുന്നാളിന്റെ അന്ന് രാത്രി കള്ളു കുടിച്ച് ലക്കിട്ട് വന്ന ആ ശൈത്താൻ എന്നെ കയറി പിടിച്ചു. അവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഉമ്മ ചെയ്ത എന്താന്നറിയോ? അവനെ വെട്ടിക്കൊന്നു. എന്റെ മുന്നിൽ കിടന്നവൻ പെടഞ്ഞു പെടഞ്ഞു മരിച്ചു. ഉമ്മ 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 ഇപ്പൊ ജയിലിലാ. 7 വർഷത്തേക്കാ ശിക്ഷ. ബന്ധുക്കളായിട്ട് മറ്റാരുമില്ലേ? ബന്ധുക്കളൊക്കെ എന്നെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചു. കേൾക്കാൻ കൊള്ളാത്ത കഥകളാ എന്നെപ്പറ്റി പറയണേ. അതിനുശേഷം ഉമ്മയെ കണ്ടിരുന്നോ? ഓരോ പരവലിനും എന്നെ കാണാൻ വരും. 2 ദിവസം എന്നോടൊപ്പം ഇവിടെ നിന്നിട്ട് ജയിലിലേക്ക് മടങ്ങും. ഇങ്ങനെ ഒരിട ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ചുരുക്കത്തിൽ കുറെ കഥകൾ കേൾക്കാൻ കഴിഞ്ഞെങ്കിലും മുഖ്യ കഥാപാത്രങ്ങളൊന്നും നേരിൽ കാണാൻ കഴിഞ്ഞില്ല. ഡോക്ടർ ശ്രീദേവി, സുഭദ്ര അമ്മ, താഹിറ. അല്ല മാഡം, ഈ ഡോക്ടർ ശ്രീദേവി ആളെങ്ങനെയാ? എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുട്ടിയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ അഭാവത്തിൽ പോലും നോക്കി നടത്തിയിരുന്നത് അവളാ. അല്ല, എന്താ സർ ഇങ്ങനെയൊരു ചോദ്യം? അല്ല, ഒരു ഡോക്ടർ, അതും യുവതിയായൊരു ഡോക്ടർ, ഇങ്ങനെ ഒരു അഭയകേന്ദ്രത്തിൽ വന്ന് താമസിക്കാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ച് ഞാനിങ്ങനെ... ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെ പാവ ഓടിപ്പോന്നതാ. അവൾക്കൊരാശ്രയം ഞാൻ മാത്രമായിരുന്നു. ഇവിടെ എല്ലാവരും അവൾക്ക് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയായിരുന്നു. கடவுளே, என்னால நடக்க முடியலையே. நான் என்ன பண்ணுவேன்? கடவுளே, ஈஸ்வரா. வேண்டாம், நான் நிக்க மாட்டேன். അനന്തോണ്ണ, അനന്തോണ്ണന് ഗുളിക വേണ്ടേ? നല്ല മധുരമുള്ള ഗുളിക വേണോ? ശരി, ഇവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. சட்டை போடுறா. எனக்கு டாக்டர் நல்ல மதுரமுள்ள குளிய தரேன்னு சொல்லியிருக்க. கண்ணா, நீ சட்டை போடுறா. சொன்ன கேளுடா. மாட்டேன், முடியாது. ദാ കഴിക്ക. நல்ல மதுரமுள்ள மிட்டாய். அப்ப இனி ஷர்ட் இட்டே. சரிதான்டா, இந்த சட்டை போடு. என் கண்ணல்ல. இப்பவாது சொன்னா கேட்டியே,
കൈ പോട് ആ ആ അപ്പടി അപ്പാ சொன்ன കേട്ടിയേ എന്താസ എനിക്ക് അകത്തുള്ളവരെ കാണണം. ഇപ്പൊ ഞാനിവിടെ പറ്റില്ല. പ്രശ്നം ഉണ്ടാക്കാനൊന്നും വരുന്നില്ല. എന്തായാലും പറ്റില്ല. എനിക്ക് 2 വാക്ക് സംസാരിക്കണം. തിരിച്ചു ഇപ്പൊ സംസാരിക്കാൻ പോകണം. പറ്റില്ല. ഞാൻ വിദ്യാഭ്യാസമുള്ള ആളാണോ? ആ, എന്നാ അത് ഞാൻ എന്ത് വേണം? ഇവിടെ എത്ര ആളായാലും എനിക്ക് കണ്ടേ പറ്റൂ. എടോ എനിക്ക് അകത്ത് പോകണമെന്ന്. ആരെ കാണാനെന്ന് പറയൂ. അത് തന്നോട് പറഞ്ഞിട്ട് വേണം. അതെ എന്നോട് പറയണം. വിടാൻ. ഇവിടെ സ്ത്രീകൾ കൈ മാത്രമുള്ള എടുക്കണോ? സ്ഥാപന. കൈ എടുക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾ മദ്യവെച്ചിരിക്കുക. മദ്യപിച്ച തനിക്ക് എന്താണ്? അതാ പറഞ്ഞ അകത്ത് പോകാൻ പറ്റില്ല. മാറോ. ഈ രാജ്യം ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിട്ടേ പോകുള്ളൂ. മാറാൻ. വില പിടിക്കാൻ. വാച്ച്മാൻ അയാൾ അകത്തേക്ക് വിട്ടേക്ക്. ആഹാ. നമസ്കാരം. ആ ഓക്കെ. ഞാൻ ശ്രീദേവിയെ കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ആ ചൂടാവാതെ ഡോക്ടറെ. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഞാൻ വന്നു. ഇനി പോകാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ആ അങ്ങനെ അങ്ങ് പോയാലോ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വേണ്ടേ? എത്ര നാളായി നമ്മളിങ്ങനെ അന്യരെ പോലെ അകന്നു കഴിയുന്നു. അയ്യോ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ശ്രീദേവി. എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങളുടെ പേര് കേൾക്കുന്ന പോലും എനിക്ക് അറപ്പാ. അത്രയ്ക്ക് ദ്രോഹം നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുണ്ട്. ദൈവം പോലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. എല്ലാ കുറ്റവും എന്റെ മേൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാവുന്നാണോ നിന്റെ വിചാരം? എനിക്കിനി രക്ഷപ്പെടണ്ട. നിങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ട. നിങ്ങൾ പുറത്തു പോണം. നീ എന്താടി പറഞ്ഞേ? പുറത്തു പോണെന്നോ? നിന്നെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകൂ. ഓഹോ, അപ്പൊ കരുതിക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണിത്. ഇവിടെ വന്ന് ബഹളം വെച്ച പോലീസിനെ വിളിക്കും ഞാൻ. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പിൻബലമുള്ളതിന്റെ അഹങ്കാരമല്ലേ നിനക്ക്? എന്റെ ജീവിതം തകർത്തിട്ട് നീ ഇവിടെ സുഖിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ എന്നെ സമ്മതിക്കില്ല. നിങ്ങളുടെ ജീവിതം നശിച്ചെന്നോ? നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? നിങ്ങൾ മൂലം എന്റെ ജീവിതം നശിച്ചു. എന്റെ കുടുംബം മുഴുവൻ കണ്ണീര് കുടിക്കുക. മതി, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാടി. എത്ര നാൾ നീ ഇവിടെ ഒളിച്ച് താമസിക്കുമെന്ന് എനിക്ക് അറിയണം. ആരാ മോളെ അത്? എന്തിനാ അയാൾ നിന്നോട് ഇത്രയും ബഹളം വെച്ചത്? ഓക്കെ, ഇത്രയും നേരം എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞതിൽ നന്ദി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വരാം. വരട്ടെ മാഡം. अक्का अक्का अरे तू क्या हुआ? എന്താടാ പാണ്ടി? അക്ക എന്നെ പാണ്ടിന്ന് വിളിക്കാൻ കൂടാതെ. അല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കുക? എന്റെ പേര് മുത്തു. മുത്തു എന്ന് വിളിച്ചാ പോതും. मैं ऐसा नहीं बुलाऊंगी. നീ എന്ത് ചെയ്യും? പോടാ. പോ. എന്നോട് എന്തിനാ ശണ്ടപ്പടം വരുന്നത്? ജീവിച്ചു പോട്ടമ്മ. ജീവിതം ഈ വണ്ടിമേലാ നിന്റെ ജീവിതം. ഇനി മുതൽ ഇവിടെ വന്ന് കിടക്കണ്ട. കടത്തിനുണ്ടല്ലോ, അങ്ങോട്ട് പൊക്കോ. നിന്നെ പോലുള്ളവർക്ക് അതാ വീട്.
ए छोकरा उधर जाओ। उधर। എന്താ മുത്തു, കാഞ്ചനമ്മ വഴക്കു പറഞ്ഞു? അക്ക ഞാനിവിടുന്ന് പോവാ. ഏയ് മുത്തു, നീ എവിടെ പോവാനാ? എങ്ങും പോവണ്ട. നാണും വീടും ഇല്ലാത്ത എനിക്ക് കടത്തിനെ അല്ല. കാഞ്ചനമ്മ എന്തേലും പറഞ്ഞു വെച്ച് നിനക്ക് ഞാനില്ലേ? മീനാക്ഷിയൊക്കെ ഇല്ലേ? ഗിരീണനില്ലേ? ഈ കാഞ്ചാനമ്മക്ക് എന്താ പൈത്യ? എന്നാ മാതിരി സ്വഭാവ? ഗംഗേക്കനെ വഴക്കുറയല്ലേ? കാഞ്ചനമ്മയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്ക വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും മീനാക്ഷിയൊക്കെ കല്യാണം കഴിച്ചേക്കണം. അതുവരെ എനിക്കെല്ലാം സഹിച്ചേ പറ്റും. എല്ലാം ശരിയാവും മുത്തു. എനിക്ക് നിന്റെ മീനാക്ഷിയൊക്കെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്റെ മീനാക്ഷിയൊക്കെ കാണാൻ എന്ത് ചന്ത. ദാ ഇന്നത്തെ കളക്ഷൻ 57 രൂപയുണ്ട്. അപ്പോ ഈ 57 കൂടെ ചേർത്ത് 670 രൂപയായി. 670 അല്ല 681 നീ ആള് മോശമല്ലല്ലോ. കണക്കൊക്കെ കീറി നിർത്തിയല്ലേ? ഗാഥെന്താ കറിയെടുക്കാത്തെ? ഈ മോര് കാച്ചി ഒന്ന് കൂട്ടിയേ. അസലായിട്ടുണ്ട്. ഇന്നലത്തെ തോരന് എന്ത് ഉപ്പായിരുന്നു? മമ്മിയല്ലേ ഉപ്പിട്ടത്. ഉപ്പ് കുറഞ്ഞാ സാരമില്ല, കൂടിയ എന്ത് ചെയ്യും? ജീവിതം എന്ന് പറയുന്നതും ഇതുപോലെയല്ലേ. ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഗാഥ ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. തത്വജ്ഞാനിയാവാനുള്ള പുറപ്പാടാണോ? സ്നേഹത്തിന്റെ കാര്യമോ ഞാൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ സ്നേഹത്തേക്കാൾ വലുതായി എന്തുണ്ട്? ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയും, സ്നേഹം കിട്ടിയാൽ ഹൃദയവും. സ്നേഹമാണ് അമൃത്, അതല്ലോ പരിപാവനം എന്നല്ലേ കവി പാടിയത്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം, അച്ഛന് മകനോടുള്ള സ്നേഹം, സഹോദരന് സഹോദരിയോടുള്ള സ്നേഹം, കാമുകന് കാമുകിയോടുള്ള സ്നേഹം. അതിന് സ്നേഹമെന്ന് പറയുന്നതിനേക്കാൾ പ്രേമമെന്ന് പറയുന്നതാ നല്ലത്. ഡോസ് അല്പം കൂടുതലാ. ഡോസ് കൂടി ആ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. സ്നേഹം താമരയെങ്കിൽ പ്രണയം പനിനീർ പൂവാണ്. എന്റെ അനിയത്തെ ഒരു കവയത്രിയാണെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. ആ എന്നിട്ട് ബാക്കി പറ. രാധ കൃഷ്ണനെ പ്രണയിച്ചില്ലേ? രാസലീലയുടെ പ്രണയാലസ്യത്തിൽ സ്വയം അലിഞ്ഞില്ലേ? സീത രാമന്റെ പ്രണയം കിട്ടാൻ വനവാസത്തിന് പോയില്ലേ? ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്നേഹം പുരുഷനിൽ നിന്നാണ്. പുരുഷന്റെ ഒരു നോട്ടത്തിന് വേണ്ടി, പ്രണയം നിറഞ്ഞ ഒരു വാക്കിനു വേണ്ടി കൊതിക്കാത്ത ഏത് സ്ത്രീയാണുള്ളത്? പ്രായം പോലും അതിന് തടസ്സമേ അല്ല. പ്രേമത്തെക്കുറിച്ച് ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെ പറയാൻ? മോൾ ആരുടെയെങ്കിലും ഹൃദയം കവർന്നോ? അതോ നേരെ മറിച്ചാണോ? ഞാനും ഒരു പെണ്ണല്ലേ ഗംഗേച്ചി. പുറമേ നമ്മൾ ജാട കാണിക്കുമെങ്കിലും ഹൃദയത്തിനുള്ളിൽ സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു കൊതിയില്ലേ? ഐ ഓപ്പൺലി സ്പീക്ക് അബൌട്ട് ദ മാറ്റർ. ലവ് വാസ് ദ ബെസ്റ്റ് സോൾ ഓഫ് ഹ്യൂമാനിറ്റി. അതൊക്കെ കൊള്ളാം. പ്രേമത്തിൽ ചില ചതിക്കുഴികളുണ്ട്. കാമുകന്മാരുടെ കൂട്ടത്തിൽ കൃഷ്ണനും രാമനും മാത്രമല്ല, കംസനും രാവണനും ഉണ്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള ഡിസ്ക്രിമിനേറ്റീവ് കപ്പാസിറ്റി ഇന്നത്തെ പെൺകുട്ടികൾക്കുണ്ട്. യഥാർത്ഥ പ്രണയം ഒരിക്കലും തകരില്ല. അത് ശരീരത്തിലല്ല, മനസ്സിലാണ് ജനിക്കുന്നത്. കുയിലുകൾ പ്രണയം വന്ന പാടും, കുഞ്ഞാറ്റ കിളി ചിലയ്ക്കും. പെണ്ണിന് പ്രണയം വന്നാൽ പൂങ്കവിൾ വിരിയും. പ്രേമത്തെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് ഗംഗേച്ചിക്ക് അറിയാലോ. അമ്മടി കള്ളി. ഈ കാര്യത്തിൽ ഞാൻ വെറും +2, ഗംഗേച്ചി PG. क्या बोला? പ്രേമം? മൈനെ സംജാ? ആർക്കെ ഇവിടെ പ്രേമം? ഓ, ഈ മമ്മിയുടെ ഒരു കാര്യം.
ഈ ലോകത്ത് എല്ലാരും പരസ്പരം സ്നേഹിക്കണമെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. ആ ചേച്ചിയുടെ ഉപദേശമായിരിക്കും അനിയത്തിയെ വഴിതെറ്റിക്കാൻ. ഭക്ഷണം കഴിക്കാൻ വന്ന കഴിച്ചിട്ട് പോവാൻ പാടില്ലേ? അതിനിടയ്ക്ക് സംസാരിക്കാൻ പാടില്ലേ? ഇല്ല, സംസാരിക്കുന്നില്ല. കൈകൊണ്ട് ആംഗ്യം കാണിക്കാലോ. തൂ ഖാന ഖാക്കർ ഉഠോ. ഓ, ഈ മമ്മിയുടെ ഹിന്ദി കേട്ടാ ഒരു ഉമ്മ തരാൻ തോന്നും. ഉമ്മയോ? മമ്മിക്കൊരു ഉമ്മ തരാം. റെഡിയായി നിക്ക്. നീ എന്താ വല്ലാതെ? ഏയ്, ഞാനിങ്ങനെ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. എന്താ ഇത്ര വലിയൊരു ആലോചന ശ്രീകുട്ടനെ കുറിച്ച്? ആ, അതും ഇല്ലാതില്ല. പിന്നെ നമ്മുടെ പഴയ കാര്യങ്ങളെ കുറിച്ചാ ഗംഗേജി ഞാൻ ആലോചിച്ചത്. അതെന്താ ഇപ്പൊ ഇങ്ങനൊരു ആലോചന? അതും പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ?